പോകണ്ടേ? ട്രാഫിക്, ഗ്രൗണ്ട്, പൂജപ്പുര, ഗ്രൗണ്ട്, പൂജപ്പുര. ഗൈസ് ഞങ്ങൾ കരമന എത്തി. ഗൈസ് ചെന്നിട്ട് ഞങ്ങൾ കരമന എത്തി. ഞങ്ങൾ ഇതിന് ലോങ് വീഡിയോ ആയിട്ടായിരുന്നേ. പൂജപ്പുര എത്താനുള്ള സമയമായി. ഞങ്ങൾ പൂജപ്പുര എത്തിയിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഏത് സ്ഥലമുള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചത്. ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. പക്ഷെ നടക്കാൻ ഇത്രയും പ്രശ്നമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ നടന്നു തന്നെ പോകുന്ന തീരുമാനിച്ചതാണ് ഗൈസ്. എൻ്റെ ചേച്ചിയുടെ വണ്ടിയൊക്കെ നിൽക്കൊണ്ടില്ലേ ഗൈസ്, നമുക്ക് പോകാം ഗൈസ്. അപ്പം നമ്മൾ പൂജപ്പുര എത്തി. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ അവസ്ഥയാവും പോകുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ നല്ല ഡിസൈനൊക്കെയാ, മയിലിൻ്റെതും കാക്കറും കുരുവീടും അതേപോലെ നിറയെ ലൈറ്റ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ മയിലിൻ്റെത് കാണിച്ചു തരാം. ഇതാണ് അങ്ങോട്ട് നോക്കൂ, നല്ല രസമുണ്ട്. ഐസ്ക്രീം ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ബട്ടർ സ്കോച്ചും ചോക്ലേറ്റും മിക്സഡാണ്. നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ ഇതിന് ലിങ്കിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട്. ബൈ. ഈ കട എവിടെയുള്ള? ഈ കട പൂജപ്പുരയുടെ സൈഡിലാണ്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഇവിടെ വരാമോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വരും. ഐസ്ക്രീം വേണ്ടാന്ന് ഗൈസ്, ഞാനത് ഇവിടെ കുറേയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങളിത് കാണുകയാണെങ്കിൽ നല്ല കൂടെ ഫോക്കസ് എൻജോയ് ചെയ്യാൻ ഡിസ്കഷൻ നടക്കുവാണ്. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? അയ്യോ കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഗൗതം എന്ത് ചെയ്യുവാ? ഞാനിപ്പോ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോ പൂജപ്പുര പുറത്ത് വന്നിട്ട് ഞങ്ങളൊരു ബൈനാക്കുളർ വെച്ചു കണ്ട ഗൈസ്. പക്ഷെ നേരെ കാണാൻ ഞങ്ങളിപ്പോ ഒരു പാനിപ്പൂരി കട എന്നിട്ട് ഞാൻ വീട്ടിൽ പോകും. പാനിപ്പൂരി എടുക്ക്. ലക്ഷ്യമില്ല. കൊള്ളാമോ? ആമിക്കും കൂടെ കൊടുക്കും. താങ്ക് യു ഗൈസ്. ഞങ്ങള് പാനിപൂരി എല്ലാം കഴിച്ചിട്ട് ഞങ്ങളിപ്പോ വീട്ടിൽ എത്തി ഗൈസ്. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ സിനിമ കാണാൻ നിൽക്കുകയാണ് ഗൈസ്.
ഞെടുത്തി ടി വി കണ്ടുകൊണ്ടിരിക്കുക. ഈ ഒരു ചാനൽ മൂമെന്റ് എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള രാവിലെ ആണെങ്കിൽ എഴുന്നേറ്റ് കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ട് അവസാനം ഇറങ്ങി കൂട്ടാൻ്റെ കൂടെ 3 മണിക്ക് കളിക്കാൻ പോയി 6 മണിക്ക് വീട്ടിൽ വന്നതാ ഇറങ്ങി പൂജപ്പുരം കൊണ്ട് പോയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഗൈസ്. 11 ഗൈസ്. ഹാപ്പി പൂജ കേട്ടോ. നന്ദി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടു കാണും. എൻ്റെ അനിയത്തി കുറേ നേരം കൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത വൈക്കൊക്കെ കുത്തി എൻ്റെ മൂക്കൊക്കെ ഇടിച്ച് പഞ്ചറാക്കുമായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി പൊളിയായിരുന്നു. ഓക്കെ ഗൈസ്, ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.